സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾക്കിടയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, ജപമാല ചൊല്ലുമ്പോൾ ഉറങ്ങിപ്പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അസ്വസ്ഥത പ്രകടിപ്പിക്കുക, അതുപോലെ ബുദ്ധിമുട്ട് ഇരിക്കാൻ പറ്റാതെ വരിക, ഞെളിവിരി കൊള്ളുക, ഇങ്ങനെയുള്ള പല കാരണങ്ങളിലൂടെ എന്നാൽ ഇനി പ്രാർത്ഥിക്കണ്ട, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുക, എന്താ ചെയ്യുക, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ ഉറങ്ങുന്നവരെ കാണാൻ ഒരുപാട് പേരെ കാണാറുണ്ട്. അതുപോലെ കൂട്ടായ്മയിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുന്നവരുണ്ട്. പല പല കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം. അനാരോഗ്യം, മരുന്നുകളുടെ ഉപയോഗം, ക്ഷീണം, വിശപ്പ്, പാവത്തിൻ്റെ അടിമത്തം, ഇങ്ങനെ പല കാരണങ്ങൾ ഇതിനായി കണ്ടെത്തുന്നവരുമാണ് നമ്മൾ. അപ്പോൾ പല പല ചിന്തകൾ കൊണ്ടാവാം എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ബൈബിളിൽ ഇതിനൊരു കാരണം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലൂക്ക 22:45 ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യാസന നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വിഷാദവും സങ്കടവും നിരാശയും പലപ്പോഴും പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുകയും നമ്മെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു തയ്യാറെടുപ്പില്ല, ഒരു ഒരുക്കമില്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ മെയിൻ കാരണമാണ് വരുന്നത്. പ്രാർത്ഥനയ്ക്കായി മനസ്സിനെ നേരത്തെ തന്നെ നമ്മൾ ഒരുക്കണം. പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിനെ നമ്മൾ പഠിപ്പിക്കണം. ആ പഠിപ്പിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ പ്രാർത്ഥനയോടുള്ള ഒരു ആസക്തി ഉണ്ടാവും. മനസ്സിൽ എന്തെല്ലാം ഭാരങ്ങളുണ്ടോ അവയെല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. ദൈവത്തിന് സമർപ്പിച്ച് വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാവുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. പ്രാർത്ഥനയോട് നമുക്ക് ആഗ്രഹം തോന്നണം. ആഗ്രഹം തോന്നുമ്പോൾ ദൈവത്തോട് നമുക്ക് സംസാരിക്കുകയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് ബോധ്യമുണ്ടാവും. പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ചിന്ത മാത്രം, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്, നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്ന് ആ ഒരു ചിന്തയും ബോധ്യവും നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ ആ പ്രാർത്ഥിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് വരുന്നത്. മറ്റുള്ള ചിന്തകൾ ഇതൊന്നും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാതിരിക്കുക. അതുപോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വചനം കൊണ്ട് നമ്മൾ നിറയണം. ആ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിലുണ്ടാകും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉറക്കം തോന്നുന്നവരെല്ലാവരും പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുക, അതിനായി തയ്യാറെടുക്കുക. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.